പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, സാന്ത്വനാഭിഷേകത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് പ്രാർത്ഥന നിർഭരമായ സ്വാഗതം. എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ വചനത്താൽ അഭിഷേകം പ്രാപിക്കുകയും വചനത്തിൻ്റെ ശക്തി സംശീകരിച്ച് ആരുടെയും സഹായമില്ലാതെ ജീവിതത്തിൽ വരുന്ന സ്വകാര്യവും കുടുംബപരവുമായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞു വരുന്നത്, വചനം ഒരു ടോർച്ച് പോലെയാണ്. അത് നമുക്ക് നിൽക്കുമ്പോഴാണ് ടോർച്ച് നമ്മുടെ പാതയിൽ പ്രകാശമാകണത്. ആ നിൽക്കുന്ന രീതികളനുസരിച്ച് പ്രകാശത്തിൻ്റെ വീതികൾ പരന്നോ ദീർഘമുള്ളതോ ആകാം. അതാണ് ടോർച്ചിൻ്റെ സ്വഭാവം. അതുപോലെ തന്നെയാണ് പലപ്പോഴും വചനത്തിലും. കാര്യം വചനം പ്രകാശമാണെന്ന് തിരുവചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എപ്പോഴും വചനത്തെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹത്തോടെ പ്രയോഗിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായി. ഒരു അമ്മച്ചിയാണ്, വീട്ടമ്മച്ചിയാണ്. അപ്പോൾ അവരുടെ മോള് അവളുടെ വിശ്വാസത്തിന് ഒരിക്കലും പൊറുക്കാനാവാത്ത കുടുംബത്തിൽ വലിയ അലോക്യവും അസമാധാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വലിയ പ്രണയബന്ധത്തിൽ ചെന്ന് ചാടി. അപ്പോൾ അവർക്ക് ചങ്ക് പൊടിയണ പോലെ വേദന ഉണ്ടായി. പക്ഷെ അവർ ഒരു ധ്യാനകേന്ദ്രത്തിനും പോയില്ല, അച്ഛൻ്റെ അടുത്തും പറഞ്ഞില്ല. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു. അവർ ഈ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഈശോയെ വിശ്വസിക്കുന്ന ആളാണ്, മകനത് കേൾക്കണം. എൻ്റെ മകളെ കർത്താവിൽ ആണ് ഞാൻ ജനിപ്പിച്ചിരിക്കണമെങ്കിൽ വിശ്വാസമുള്ള കർത്താവിൻ്റെ അൾത്താറിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള ഒരാൾക്ക് മാത്രമേ എൻ്റെ മകളെ ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതവർ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചാണത്. മകളുടെ കൺസെൻറ്റ് വാങ്ങിച്ച് പ്രഖ്യാപിച്ചതല്ലേ. ഇങ്ങനെയുള്ള തിമിരങ്ങളിൽ ചെന്ന് വീണ് പോയ ആൾക്കാർ തിരിച്ചു വരാൻ പാടായിരിക്കും. പക്ഷേ അമ്മയുടെ വിശ്വാസമാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? മകൾക്ക് തന്നെ, അതായത് വചനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എന്താ കാര്യം? പിന്നെ ദൈവമാണ് ഇടപെടുന്നത്. പക്ഷെ അതുപോലെ വിശ്വസിക്കാൻ, പ്രഖ്യാപിക്കാൻ, ഇത് പോപ്പുലർ സ്പിരിച്വാലിറ്റി അച്ഛൻ പറഞ്ഞില്ലേ. അതായത് ജനങ്ങളുടെ ആധ്യാത്മികതയിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അവർ കണ്ടുപിടിച്ച ചില മാർഗങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതാണ് അവരെ. അതായത് ദൈവമായിട്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദാസ ജീവിതത്തിൽ, ദൈവജന ജീവിതത്തിലും സാക്ഷ്യ ജീവിതത്തിലും നമ്മളെ നടക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സഹായം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:26 നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. കാര്യം ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കുകയും നിത്യം നിങ്ങളുടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ സഹായന് അയച്ചു തരികയും ചെയ്യും. പല പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് മിക്കവാറും കുടുംബം വിട്ടു പോയിട്ട് കാലങ്ങളായി കാണും. പക്ഷേ ഈ അമ്മച്ചി അങ്ങനെയല്ല. അവർക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാനറിയാം. പ്രഖ്യാപിക്കും. കാര്യം എന്താണ്? യേശു കർത്താവാണ്. അത് ഏത് കുടുംബ തകർച്ചയായാലും, എന്ത് തകർച്ചയായാലും, ദുരന്തമായാലും നമുക്കറിയാം എന്താണ്? എല്ലാം യേശു കർത്താവാണ്. കർത്താവ് അതിൻ്റെ എല്ലാം മുകളിലാണ് ഈശോ. അഥവാ യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണിത്. ഓരോ വിശ്വാസിയും പ്രതിസന്ധി അതിജീവിക്കണം. എങ്ങനെയാണ്? യേശുവിനുള്ള ഈ അധികാരത്തെ അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ്. യേശുവിനുള്ള അധികാരത്തെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ, ഞാൻ പണ്ടൊരിക്കൽ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോഴേ സന്ധ്യക്ക് പിശാച് ബാധിച്ചൊരു മനുഷ്യനെ, നിങ്ങൾ കേട്ടാ ചിരിക്കും, പിശാച് ഈ കാലത്ത് ഉണ്ടോയെന്ന്. അങ്ങനെയില്ല. പിശാച് കറക്റ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമാണത്. ഭയങ്കര ഇരുട്ട്, പവർ കട്ടാണ്. ഒരു 10-25 പേര് കൂടി ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എൻ്റെ മേടവാതിക്ക് മാവിഞ്ച് വെട്ടി കമത്തിയിട്ടിരിക്കുക.
അവരെ തല്ലുക. എന്നെ കാണാൻ വന്നപ്പോൾ ഈ പിശാച് ബാധിതൻ, ഭ്രാന്തനെന്ന് വേണേൽ പറയാം, പക്ഷേ ഭ്രാന്തിൻ്റെ പരിപാടികളൊന്നുമല്ല പുള്ളിക്കാരൻ കാണിക്കണത്. ഒരു 10-20 പേരുടെ ശക്തിയാണ്. 4 പേര് പിടിച്ചിട്ട് നിൽക്കാതെ ഒരു കണക്കിന് പിടിച്ച് അമർത്തി കിടത്തി അതിൻ്റെ പുറത്ത് കയറി ഇരിക്കണം. എന്നിട്ട് അച്ഛാ രക്ഷിക്കണേ എന്ന് പറയാം. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ കൊണ്ടുവന്ന ആളാണെച്ചാൽ ഇവിടെ വന്നപ്പോൾ കൂടുതൽ വയലൻ്റായി ഞങ്ങളെ കൊല്ലാൻ പിടിക്കണം. അപ്പോൾ സമയത്ത് ഒരു കണക്കിന് ജീവരക്ഷാർത്ഥം ഞങ്ങൾ ഈ മനുഷ്യനെ പിടിച്ച് മുകളിൽ കയറി ഇരിക്കുക. ഞങ്ങൾ ഇരുന്നിട്ട് പോയാൽ അയാളവിടെ കിടന്ന് അമറുകയും ചീറ്റുകയും ഒരു മനുഷ്യൻ്റെതല്ലാത്ത സ്വരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ഇത്തിരി പേടിയായി ശരിക്കും പറഞ്ഞാൽ. എങ്കിലും പക്ഷേ ഇരുട്ടാണ്. കാര്യം ഈ മനുഷ്യൻ്റെ ആകാരങ്ങൾ വലിയതാണ്. കാര്യം 4 പേരിങ്ങനെ നിരന്നിരിക്കുകയല്ലേ, മിക്കവാറും ഒരു 7 മീറ്ററോളം ഒരു 7 അടി 8 അടിയോളം ആൾക്കാർ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പോഴേ എങ്ങാനും ഈ മനുഷ്യൻ എഴുന്നേറ്റാൽ എല്ലാവരെയും ഉപദ്രവിക്കും, എന്നെ ഉപദ്രവിക്കും. അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സഹായകനാണെന്ന് പരിശുദ്ധാത്മാവ്, അതാണ് ഈ വിഷയം. പരിശുദ്ധാത്മാവ് നമ്മളെ 14:26 സഹായിക്കും. പരിശുദ്ധാത്മാവിനോട് മനസ്സിൽ തോന്നിയത് നീ വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. നീ വിശ്വാസപ്രമാണം ചെല്ലാൻ. ഞാൻ അകത്തുനിന്ന് ഒരു മെഴുതിരി കത്തിച്ചുകൊണ്ട് വന്ന് അവിടെ ഉടനെ ചരക്ക് ഭാഗത്ത് വെച്ചിട്ട് ഈ മനുഷ്യന്മാരുടെ ഈ കമത്തിയിട്ടിരിക്കുന്ന ഈ രാക്ഷസനായ മനുഷ്യൻ്റെ പിശാച് ഭാഗത്തിൻ്റെ തലയ്ക്ക് ഭാഗത്ത് മുട്ടിയെ നിന്ന് ഇവിടെ അല്ല നിന്നില്ല, മുട്ടിയെ നിന്ന്. കാര്യം മുട്ടിയെ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, മുട്ടയെന്ന് പ്രാർത്ഥിക്കുന്നത് വ്യത്യസ്തമായ ഡിഗ്രീസ് ഓഫ് പവറാണ്. മുട്ടയിൽ നിന്ന് വരുമ്പോൾ നമ്മളെന്താ പറയണത്? ഈ വിശ്വാസ പ്രമാണത്തിൽ എന്താ പറയണത്? ഈ റോമ 10:9 വലിയ എലാബറേറ്റീവ് ഫോമാണ് വിശ്വാസ പ്രമാണം. എന്താണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പം ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? വചനം എന്താ പറഞ്ഞത്? നീ രക്ഷ പ്രാപിക്കുമെന്നാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ആരാ? ലൂക്ക 2:30 രക്ഷ എന്ന് പറയണത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ പ്രാപിക്കണം. യേശുക്രിസ്തുവിനെ പ്രാപിക്കണത് എന്തിനാ? ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്ക് പനിയായാലും പിശാചായാലും ശരി, യേശുക്രിസ്തുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാപിക്കുന്ന യേശുക്രിസ്തുവിനെ കൊണ്ട് ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ പറ്റും, നമ്മുടെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഫോർമുല. ഞാൻ വിശ്വാസപ്രമാണം ചെല്ലിയതിന് ശേഷം, അപ്പോഴും ആ വിശ്വാസപ്രമാണം ചെല്ലണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. കാര്യം ഓർപ്പിച്ചു തരണ്ടേ. ഇപ്പം നമ്മൾ ജപമാലയെ പ്രാർത്ഥിക്കുന്നത്, ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ രഹസ്യം കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സുഹൃത്ത് ആ ജപത്തിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഓ എൻ്റെ ഈശോയെ, നരകാതെ രക്ഷിക്കണമേ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളിൽ വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സുഖത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയോ കർത്താവെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ജപമാല കൂടെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോധപൂർവം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞിട്ടും നമ്മളെ സഹായിക്കും. ഇപ്പോൾ വിശ്വാസപ്രമാണം ചെല്ലാൻ ഈ രാക്ഷസൻ്റെ പിശാച് ബാധൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നിർവാഹമില്ല 4 പേരും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഞാനും കുഴങ്ങുമ്പോൾ ഇരുട്ടിൽ ഞാൻ എന്താ ചെയ്തത്? പരിശുദ്ധാത്മാവിനെ സഹായിക്കണം ചെയ്തത്. നീ വിശ്വാസപ്രമാണം ചെല്ലുക. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ബന്ധന പ്രാർത്ഥനയാണ്. ഞാൻ സാധാരണ പണ്ടൊക്കെ ചെല്ലുന്ന പ്രാർത്ഥനയായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ അത് ഓർപ്പിച്ച് തരാം. 14:23 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് എന്താ ഓർപ്പിച്ചത്? ഞാൻ ആ ബന്ധന പ്രാർത്ഥന ചെല്ലണ സമയത്ത് എനിക്ക് തോന്നി ഈ മനുഷ്യൻ്റെ തല പൂഴ്ത്തിയിട്ടിരിക്കുന്ന മണ്ണിൽ അവിടെ തൊട്ട് അയാൾ അമറുകയും ചീറ്റുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം പൊങ്ങി വന്നിട്ട് നമ്മളെല്ലാവരും തല്ലുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ കൈ ആ മനുഷ്യൻ്റെ ശിരസിൽ വെച്ചിട്ട് ഞാൻ ബന്ധന പ്രാർത്ഥനയില്ലേ, I cast out in the name of Jesus Christ. Let the adversary's power, devil's legions be dispelled and driven afar from you. In the name of Jesus Christ. അപ്പോൾ അത് വലിയ പ്രാർത്ഥനയാണ്. അതിനിടയിൽ in the name of Jesus Christ ഇല്ലേ, let the adversary's power, അതായത് പൈശാചിക ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് കൽപ്പിക്കുന്ന കൽപ്പനയില്ലേ, അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് ആ സെക്കൻഡ് എനിക്കറിയാം ജീവിതത്തിൽ ഉണ്ടായ വലിയ അനുഭവങ്ങളിൽ ഒരു അനുഭവമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂൺ ചൊട്ടണ പോലെ ഈ മനുഷ്യൻ അങ്ങ് ചൊട്ടിപ്പോയി. ചൊട്ടുക മാത്രമല്ല, ഉടനെ അവരെ അതിൻ്റെ ആ ശരീരത്തിൽ ഇരുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലായി എന്തോ സംഭവിച്ചെന്ന്. അവർ പെട്ടെന്ന് സന്തോഷമായിട്ട് എഴുന്നേറ്റ് ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് എൻ്റെ മുമ്പിൽ ഈ വലിയ സിംഹത്തെപ്പോലെ വന്ന മനുഷ്യൻ എലി പോലെ നിന്ന് സ്തുതിയും പറഞ്ഞ് നിൽക്കുക. അത്രയും. അപ്പോഴാണ് ജീസസിൻ്റെ നാമത്തിൻ്റെ പവറ്. പക്ഷേ ഈ പവറ് അഭിഷിക്തർക്ക് മാത്രമില്ല, സാധാരണ ജനങ്ങൾക്ക് കിട്ടും.
ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി പറയുന്നത്, അച്ഛാ കൃപാസനത്തിൽ വെഞ്ചരിച്ച ഒരു വസ്തു ഞാൻ കൊണ്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര മരപ്പെട്ട് ശല്യം. അപ്പോൾ അത് തങ്കി വെട്ടക്കൽ ഭാഗത്താണ് അവരുടെ വീട്. മരപ്പെട്ടി ശല്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ അതല്ല, ഒറ്റ കോഴിനെപ്പോലും മരപ്പെട്ടി വെറുതെ വിടത്തില്ല, എല്ലാത്തിനും കൊന്നു തിന്നുക ആ പ്രദേശത്ത് മുഴുവൻ. അപ്പോൾ അവിടെ ജീവനോപായങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ പിടിക്കും? രാത്രിയാണ്, കാണത്തില്ല. അതിന് ഒരു പ്രായം ചെന്ന വലിയമ്മയാണ്, അവരുടെ വീട്ടിൽ മക്കളുമില്ല, ഓടിച്ചിട്ട് പിടിക്കാനോ വലിയ കെണി വെച്ച് പിടിക്കാനോ ഒന്നുമില്ല. അവർ ആകപ്പാടുണ്ട്, അവശയായ സ്ത്രീ. അവരുടെ ജീവിതോപാധികൾ ഇങ്ങനെ ഈ മരപ്പെട്ട് രാത്രി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ഭയം കണ്ടുപിടിച്ച് അവർ കൃപാസനത്തിൽ വെഞ്ചരിച്ച ഒരു വസ്തു കൊണ്ടുപോയി ഈ മരപ്പെട്ടി വരുന്ന വഴി വെച്ച് പറഞ്ഞ്, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു നീ ഒഴിഞ്ഞു പോകാൻ. അതുവരെ സാക്ഷ്യം പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി, ആൾക്കാർക്കത് ഫീൽ ചെയ്തു. എന്താ കാര്യം വെച്ചാൽ അവിടെ വെഞ്ചരിച്ച വസ്തു അടയാളമാണ്, പക്ഷെ അത് വെച്ചിട്ട് കൽപ്പിക്കാനുള്ളൊരു പവറുണ്ട്. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞ പോപ്പുലർ സ്പിരിച്വാലിറ്റി, ജനകീയ വിശ്വാസം. ജനകീയ വിശ്വാസം അത് പ്രായോഗികമായ പ്രതിസന്ധിയുടെ നേരെ ഹൃദയത്തിൽ യേശു മരിച്ചവൻ ഉയർപ്പിച്ചവനാണെന്ന് വിശ്വസിക്കുകയും യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ് അവർ ചെയ്തത്. പിന്നെ ആ പ്രദേശത്ത് ആ ജീവി വന്നിട്ടില്ല. അപ്പോൾ എത്ര അശുവായ മനുഷ്യരായാലും ആവതില്ലാത്തവരായാലും വിശ്വാസമാണ് ഏറ്റവും വലിയ ആവത്. ആ വിശ്വാസത്തെ പ്രയോഗിക്കാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം കൊണ്ട് പ്രയോഗിച്ച വചനം പരന്നു തെളിയും. അതുപോലെ തന്നെ നമ്മൾ സ്നേഹം കൊണ്ടാണ്, യേശുവിലുള്ള സ്നേഹം കൊണ്ടാണ് വചനം പ്രഖ്യാപിക്കണമെങ്കിൽ അത് ദീർഘദൂരം നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ദീർഘത്തിൽ കാണാൻ പറ്റും. ഇത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ആദ്യം യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചത് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ സ്നേഹത്തോടെ വിശ്വസിക്കണം. അക്ഷരം കൊണ്ട് യേശു കർത്താവാണ് നെറ്റ് പറയുമ്പോൾ അതും സ്നേഹത്തോടെ വേണം. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മൾ വിശ്വാസമാണ് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ഈ വിശ്വാസത്തിനേക്കാൾ വലുതാണ് സ്നേഹം. പക്ഷേ ചില സമയത്ത് വിശ്വാസം പ്രഖ്യാപിക്കുക വഴി സ്നേഹം നിറയുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വിശ്വാസം പ്രഖ്യാപിക്കുക വഴി ഇപ്പോൾ ആ രക്തസ്രാവക്കാര രോഗിയൊക്കെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ് അവർക്ക് കർത്താവിൻ്റെ അടയാളം കിട്ടിയതും സ്നേഹം കൊണ്ടും സൗഖ്യം കൊണ്ടും അവർ നിറഞ്ഞതും ഈശോ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുകയും ചെയ്തത്. ദൈവവേദനെ ജനകീയ ആധ്യാത്മികതയിലെ ദൈവവചനം നൽകുന്ന ആ ഒരു സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിനെ ആട്ടിപ്പുറത്താക്കാനും അതിജീവിക്കാനും ആവശ്യമായ ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നത് വചനം പ്രയോഗിക്കുന്നതിലൂടെയാണ്. വചനം സ്നേഹത്തോടെ പ്രയോഗിക്കാൻ, വചനം വിശ്വാസത്തോടെ പ്രയോഗിക്കാൻ, വചനം പ്രത്യാശ പ്രയോഗിക്കാൻ, വചനം ദൈവത്തിൻ്റെ കരുത്ത് പ്രയോഗിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കിപ്പോഴും ഒരു നിമിഷം കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ വചനങ്ങളും ഈ ഗാനങ്ങളും കേൾക്കുമ്പോൾ അങ്ങയുടെ മക്കൾക്ക് കർത്താവേ, ഈ വചനങ്ങളും ഗാനങ്ങളും കേൾക്കുമ്പോൾ അവരുടെ കണ്ണുപിടങ്ങൾ എത്തുമ്പോൾ തന്നെ കർത്താവേ, റോമ 10:9 അനുസരിച്ചുള്ള വിശ്വാസം അവന് നിറയുവാൻ, യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കപ്പെടുവാൻ, ദൈവം അവന് മരിച്ചത് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അഭിഷേകം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കരുത്ത് പ്രാപിക്കുവാൻ ഓരോ മക്കളെ അങ്ങ് ഈ നിമിഷം അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ നിമിഷം വരെ ഈശോനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിലും നമുക്കറിയാം ഈശോയാണ് ഭരണകർത്താവ്. അതുപോലൊരു സാക്ഷ്യമായി കേൾക്കാൻ പോകണം. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലർ സ്പിരിച്വാലിറ്റി അനുസരിച്ച്, ജനത്തിൻ്റെ ജനകീയ വിശ്വാസം അനുസരിച്ച് സുവിശേഷത്തിൻ്റെ ശക്തിയെ പ്രയോഗിക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് അന്ന ജിപ്സി. ഞാൻ അരൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ 2 ഓവറിയിലുമായി 4 മുഴകളുണ്ടായിരുന്നു. ഇടതുവശത്തെ ഓവറിയിൽ ഉള്ള മുഴ, ഒരു മുഴയുടെ ഉള്ളിൽ കൂടി മറ്റൊരു മുഴ വളർന്നു വരുന്നത് കാരണം അത് ക്യാൻസർ ആകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് എൻ്റെ സങ്കടം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഞാൻ ബ്ലഡ് റിസൾട്ട് ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് കൂടി നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ ആ വളർന്നുകൊണ്ടിരിക്കുന്ന മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയത് എൻ്റെ ഭർത്താവിന് അമേരിക്കയിൽ
ഒരു നല്ല ജോലി ലഭിച്ചു. 7ാം ക്ലാസ് മാത്രമേ ഭർത്താവിന് വിദ്യാഭ്യാസമുള്ളൂ. എങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിച്ച ജോലി ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞു, മാതാവും തിരുക്കുമാരനും നിൻ്റെ കൂടെയുണ്ട്, അത് മാതാവും തിരുക്കുമാരനും നിനക്ക് ഉറപ്പായിട്ടും ഈ ജോലി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വിശ്വസിച്ച് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ജോലിക്കുള്ള വിളി വന്നു. ജോലിക്ക് 1 മാസത്തിനുള്ളിൽ ചെല്ലണമെന്നുള്ള വിളി വന്നു. ആ ജോലിയിൽ ഭർത്താവ് ഇപ്പോൾ 8 മാസമായി ജോലി ചെയ്യുന്നു. വർഷങ്ങളായുള്ള ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം തീർത്തു. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഈ സന്തോഷം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 ഞാൻ നന്ദി. നമ്മളെ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കർത്താവിൻ്റെ തൊട്ടനുഭവങ്ങളെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പത്രോസിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ, കേൾവിക്കാരുടെ മേൽ വചനം പരിശുദ്ധാത്മ നിറഞ്ഞതുപോലെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾക്കും ഒരു ബോധ്യം ഉണ്ടാവും. എന്താ? യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന്. ഹെബ്രായർ 13:8 വചനം നമ്മൾ ഓർക്കും. കർത്താവ് ഇന്നും ജീവിക്കുന്നു. എന്തിന് ജീവിക്കുന്നുവാണ്? എൻ്റെ കണ്ണീരൊപ്പാൻ, എനിക്ക് ഈ ഭൂമിയിലുള്ള സ്വസ്ഥതയും ഭൗതിക സാഹചര്യത്തിന് മേലുള്ള ആശ്വാസവും അഭിവൃദ്ധിയും എനിക്ക് നിത്യതയും നൽകാൻ യേശു ഇന്നും ജീവിക്കുന്നു. ആ ഇന്നും ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ തൊട്ടനുഭവിക്കുന്നത് ആരാധനയിലൂടെയാണ്. അതുകൊണ്ടാണ് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ഈ കണ്ട ആൾക്കാരെല്ലാം സാക്ഷ്യം പറയുന്നതിൽ 90% ആരാധന മധ്യസ്ഥ സൗഖ്യപ്പെട്ടവരാണ്. നമുക്കിപ്പോൾ ആരാധന പ്രവേശിക്കാം. ഈ ആരാധന കൂടുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിലും ഉണ്ടാകണം, കർത്താവെ ഞങ്ങളെ തൊടണമേ. ഏറെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രമിക്കുന്ന, ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളും പരമാവധി നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം മുട്ടൽ നിന്നാലും സന്തോഷമേ ഉള്ളൂ. കാര്യം കർത്താവിനത് പ്രിയങ്കരമാണ്, അത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. നമുക്ക് വിശ്വാസത്തോടെ ആരാധന പ്രവേശിക്കാം. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങളെ ആരാധനയിലേക്ക് അങ്ങേ നാഥനും രക്ഷകനുമായി കർത്താവെ ആരാധിക്കണം. തമാശയാപ്പോലെ എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുകയാണ്. പത്രോസിനെ പോലെ മറ്റൊരു രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യ രക്ഷ നൽകിയിട്ടുള്ള ഒരേ ഒരു നാമം എന്ന രീതിയിൽ ഞങ്ങളുടെ മനസ്സ്, ബുദ്ധി, ശരീരം, ആത്മാവ്, ജീവിതം, ശ്വാസം എല്ലാം കർത്താവെ അങ്ങനെ വെച്ചുകൊണ്ട് ആരാധിക്കുന്നു. യേശുവേ സ്വസ്ത്രം. ഓ ദിവ്യകാരുണ്യമേ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്വസ്ത്രം, സ്വസ്ത്രം, ഹല്ലേലൂയ. യേശുവേ സ്വസ്ത്രം, യേശുവേ സ്വസ്ത്രം, ഹല്ലേലൂയ.